നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നാലാമത്തെ ഡെറിവേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു ഡെറിവേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ലോ അറിഞ്ഞിരിക്കണം. അത് വേറൊന്നുമല്ല, നമ്മളുടെ ഗോസ് ലോ. എന്താണ് ഗോസ് ലോ? ഗോസ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ ഇ എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ വഴി ക്രോസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസിങ് എ പെർട്ടിക്കുലർ ഏരിയ. ലൈക്ക് ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്കാം. ഞാൻ ഇതൊരു സർഫസിനാണ് വരച്ചിരിക്കുന്നത്. ഈ ബ്ലൂ ഒരു സർഫസ് ആണ്. എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏരിയ വെക്ടർ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സർഫസ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ ഇങ്ങനെ ആയിരിക്കും. സോ ഏരിയ വെക്ടർ ഈ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയാണ് സർഫസ് ഇരിക്കുന്നതെങ്കിൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കായിരിക്കും. സോ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ വരയ്ക്കുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഏതൊരു ആംഗിൾ വന്നാലും അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇത് ടോട്ടൽ ഏരിയ ആണെങ്കിൽ നമ്മൾ എ എന്നും, അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എസ് എന്നും കാണിക്കാറുണ്ട്. ബിക്കോസ് സർഫസ് ഏരിയനെ എസ് എന്ന് കാണിക്കാറുണ്ട്. ചെറിയൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഡി എ എന്നും റെപ്രസെന്റ് ചെയ്യും. ചെറിയൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ അതിനെ ഡി എ എന്നും റെപ്രസെന്റ് ചെയ്യും. സോ ഞാൻ തൽക്കാലം ഡി എ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഈ ഡി എ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ വഴി ക്രോസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഓക്കെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ റീസൺ ഉണ്ട്, ഞാൻ പറയാം. സോ നമുക്ക് മെയിൻലി ഇവിടെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഒന്നും വേണ്ട, ഇ ഡോട്ട് ഡി എ ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് ഇ ഡോട്ട് ഡി എ അല്ലെങ്കിൽ ഇ ഡി എ കോസ് തീറ്റ എന്ന് നമ്മൾ പറയും. ഡോട്ട് പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി അവിടെ ഇ ഇൻറ്റു ഡി എ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, ഡോട്ട് പ്രൊഡക്റ്റിന് കോസ് തീറ്റയും ക്രോസ് പ്രൊഡക്റ്റിന് സൈൻ തീറ്റയും. സോ കോസ് ലോ പറയുന്ന ഇത്രേ ഉള്ളൂ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് for any closed surface is electric flux നെ നമുക്ക് E dot D എന്ന് റെപ്രസെന്റ് ചെയ്യാം, is 1 by epsilon 0 times total charge enclosed by the surface. That means 1 by epsilon 0 times Q എന്ന് വരും. So എന്താണ് എപ്സിലോൺ സീറോ? എപ്സിലോൺ സീറോ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി എന്ന് പറയും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമ്മൾ ഫ്രീ സ്പേസിന്റെ അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആയിട്ടാണ് 1 by epsilon 0 എടുക്കുന്നത്. സോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡ് അല്ലെങ്കിൽ സർഫസ് ഇരിക്കുന്ന വേറെ മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി അവിടെ ഉണ്ടാവും. നിങ്ങൾ പെർമിറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ കുളോംസ് ലോ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. നമ്മളിവിടെ ഈ ഡെറിവേഷനിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. എപ്സിലോൺ സീറോയുടെ വാല്യൂ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 8.854 ഇൻറ്റു 10⁻⁻12 ആണ്. അതുപോലെ തന്നെ 1 by 4 pi epsilon 0 നമ്മൾ മിക്കപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. 9 ഇൻറ്റു 10⁻9 ആണ്. ഇതിന്റെ യൂണിറ്റും ഉണ്ട്. യൂണിറ്റും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ യൂണിറ്റും എഴുതാൻ പറ്റും. അല്ലെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. രണ്ട് ചാർജുകൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ ആർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്താൽ അവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1 by 4 pi epsilon 0 Q1 Q2 by R square. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 by epsilon 0യുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ F ഇൻറ്റു ആർ സ്ക്വയർ ബൈ Q1 Q2 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളോം സ്ക്വയർ. ഇങ്ങനെ എല്ലാത്തിന്റെയും എപ്സിലോൺ സീറോയുടെ ഒക്കെ യൂണിറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ തൽക്കാലം നമ്മുടെ ഡെറിവേഷനിലേക്ക് പോകുമ്പോഴാണ്. സോ ആ ഡെറിവേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ദിസ് ഈസ് കോൾഡ് ഗോസ് ലോ അല്ലെങ്കിൽ ഗോസ് തിയറം. ഗോസ് തിയറം പറയുന്നത് total electric flux, that is phi E, which is also represented by closed integral E dot dA is equal to 1 by epsilon 0 times Q. സത്യം പറഞ്ഞാൽ phi is proportional to Q. ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അതായത് ചാർജ് കൂടിയ ഫ്ലക്സ് കൂടും, ചാർജ് കുറഞ്ഞാൽ ഫ്ലക്സ് കുറയും. സോ ഇതിന്റെ ബേസിലാണ് നമ്മളുടെ ഫസ്റ്റ് ഡെറിവേഷൻ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വിചാരിക്കുന്ന നാലാമത്തെ ഡെറിവേഷനിലേക്ക് കയറുവാണ്. സോ അതിലേക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഡെറിവേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. നമ്മളൊരു ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്. ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് ലൈൻ ആണ്, ലൈൻ ഓഫ് ചാർജ് ആണ്. സോ ഇതിനകത്ത് ആക്ച്വലി നമ്മൾ
ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ലൈക്ക് അതിന്റെ ലെങ്ത് L ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറി ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് P എടുക്കണം. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തൽക്കാലം ഈ ഒരു പോയിന്റ് R ഡിസ്റ്റൻസിലുള്ള അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസിനെ അസ്യൂം ചെയ്യാം. സോ ഒരു ലൈന് ചുറ്റും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ക്ലോസ്ഡ് സർഫസ്, ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു ലൈനിന് ചുറ്റും കുറച്ച് ദൂരം മാറി നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് അത് ഒരു സിലിണ്ടർ ഷേപ്പ് ആയിരിക്കും, സിലിണ്ടറിക്കൽ ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ സിലിണ്ടർ ഒന്നും അത്ര കറക്റ്റ് അല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു സിലിണ്ടർ ആണ്. ഇപ്പൊ സിലിണ്ടറിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിലിണ്ടറിന് 3 സർഫസുകളാണുള്ളത്. ഒന്ന് മുകളിലത്തെ ഒരു സർഫസ്, ബേസ് ഏരിയ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, താഴത്തെ സർഫസ്, പിന്നെ സൈഡിലത്തെ കേർവ്ഡ് സർഫസ്. ഈ കേർവ്ഡ് സർഫസ് ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ എടുക്കുകയാണ്. ഇതൊരു കേർവ്ഡ് സർഫസ് ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊരു ഇലക്ട്രിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. ഇലക്ട്രിക് ഫീൽഡിനുള്ളിലാണ് നമ്മളുടെ ലൈൻ ഇരിക്കുന്നത്, വയർ ഇരിക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ, ഡി എടുക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സർഫസ് ഏരിയ വെക്ടർ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മുകളിലത്തെ സർഫസ് ഇങ്ങനെ ഇരിക്കും, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഹിയർ ദാറ്റ് തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. താഴെ നമ്മളൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണെങ്കിൽ, ഡി എടുക്കുകയാണെങ്കിൽ, താഴത്തെ സർഫസ് താഴോട്ടായിരിക്കും. താഴോട്ട് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങോട്ടേക്കായിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാറ്റമില്ല. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ വെക്കുന്നു. ഇവിടുത്തെ സർഫസ് എടുക്കുമ്പോൾ ഒരു കേർവ്ഡ് സർഫസിൽ എപ്പോഴും റേഡിയൽ ആയിട്ട് അതിന് പുറത്തേക്കായിരിക്കും. സോ ആ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഡി. സോ ഇങ്ങനെ 3 സർഫസുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ആദ്യം നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ സർഫസിലും 1, 2, 3 സർഫസിലും ഫ്ലക്സ് ആഡ് ചെയ്യാം. φ1 plus φ2 plus φ3. ഒന്നാമത്തെ ഫ്ലക്സ് എന്ത് വരും? ക്ലോസ്ഡ് ഇന്റഗ്രൽ EDA cos 90, ബിക്കോസ് അവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. രണ്ടാമത്തെ ഫ്ലക്സ് ക്ലോസ്ഡ് ഇന്റഗ്രൽ EDA cos ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് DA 0 ഡിഗ്രി ആണ്. സോ cos 0 പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ EDA cos 90, ബിക്കോസ് ഇവിടെ വീണ്ടും 90 ഡിഗ്രി ആണ്. സോ ഈ cos 90യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, cos 90 is 0. സോ ഇവിടെ രണ്ടും 0 ആയപ്പോൾ നമുക്കുള്ളത് ക്ലോസ്ഡ് ഇന്റഗ്രൽ EDA എന്ന് മാത്രമാണ്, ബിക്കോസ് cos 0 is 1. ഇതിനെ നമുക്ക് ആരോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു ഗോസ് ലോ ഫൈ ടോട്ടൽ ഫ്ലക്സ് ഈസ് 1/ε0 ടൈംസ് Q എന്നാണ്. സോ നമ്മൾ ഒരു കാര്യം ഇതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിഗ്മ, അതുപോലെ തന്നെ ലാംഡ, അതുപോലെ തന്നെ റോ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. സിഗ്മയും ലാംഡയും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ലാംഡ ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഒരു ലൈനിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q/L ആയിരിക്കും. ഇതുപോലെ അടുത്ത ഡെറിവേഷൻ നമുക്ക് വേണ്ടി വരുന്നതാണ് സിഗ്മ, വിച്ച് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി, വിച്ച് ഈസ് Q/A. ഇവിടെ നമ്മളൊരു ലൈൻ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ലാംഡയാണ് വേണ്ടത്. സോ ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിനെ നമുക്ക് വേണമെങ്കിൽ ലാംഡ ഇല്ലെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും. സോ നമ്മളിപ്പം ഫൈ ടോട്ടലിനെ E.dA എന്ന് എഴുതിയിട്ടുണ്ട്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dA ഇസ് ഈക്വൽ ടു, അതായത് ഈ ഫൈ ടോട്ടൽ സെയിം ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും 1/ε0 ടൈംസ് Q. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് E ഇൻറ്റു ഇന്റഗ്രൽ DA ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് Q. E ഇൻറ്റു വാട്ട് ഈസ് ഇന്റഗ്രൽ DA? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇവിടെ മാത്രമേ ഇപ്പൊ നമുക്ക് ഏരിയ ഉള്ളൂ. ഈ ഏരിയ ഇതുപോലത്തെ എല്ലാ ഏരിയയും കൂടെ കൂട്ടുന്നതിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒരു ചെറിയ പോർഷൻ ആണ് DA, അതിനെ മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് മൊത്തം സർഫസും നമ്മൾ കൂട്ടുക എന്നാണ് അർത്ഥം. സോ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുത്ത് അതിന്റെ മൊത്തം സർഫസും കൂട്ടുമ്പോൾ ആ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്. 2πr L അല്ലെങ്കിൽ 2πrh എന്നും പറയാം. ഇവിടെ നമ്മൾ ഇതിന്റെ ലെങ്തിനെ L എന്ന് വിളിക്കുന്നതുകൊണ്ട് 2πrl. 2πrl നമ്മൾ സാധാരണ എഴുതി പഠിക്കുന്നത് 2πrh എന്നായിരിക്കും, ബിക്കോസ് അതിന്റെ സർക്കിൾ ആണ് ഇതിന്റെ ഔട്ടർ സർഫസിൽ വരുന്നത്. സോ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് വിച്ച് ഈസ്
2 പൈ ആർ. അങ്ങനെ എച്ച് ഹൈറ്റിലേക്ക് വരുമ്പോൾ 2 പൈ ആർ എച്ച്. അപ്പൊ ഇവിടെ എച്ചിന് വരെ നമ്മൾ എൽ എന്ന് വിളിച്ചുകൊണ്ടാണ് 2 പൈ ആർ എൽ വിച്ച് ഈസ് ക്യൂ ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ക്യൂ ബൈ 2 പൈ ആർ എൽ എപ്സിലോൺ 0. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ സാധനം. അത് ലാംഡ എൽ ഡിവൈഡഡ് ബൈ 2 പൈ ആർ എൽ എപ്സിലോൺ നോട്ട്. അപ്പൊ നമുക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം? എല്ലും കട്ട് ചെയ്യാം. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, ഇതൊരു സെക്കൻഡ്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വന്നാൽ, ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ടൈംസ് ആർ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ലൈനിന് ചുറ്റും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, ആർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ആർ. സോ ലാംഡ എന്ന് പറഞ്ഞാൽ ലൈൻ ചാർജ് ഡെൻസിറ്റി, ഇലക്ട്രിക് ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ലാംഡ പറയുന്നത് ക്യൂ ബൈ എൽ ആണ്. സോ ലാംഡ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് എൽ ജസ്റ്റ് നിങ്ങളോട് ആർ നിങ്ങളോട് ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡും റേഡിയസും തമ്മിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആർ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഓക്കെ, ബിക്കോസ് 1 ബൈ ആർ ആണ്, ഹീസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ. ഈ കാര്യം കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. സോ പ്രോപ്പർ ആയിട്ട് പടം വരയ്ക്കാൻ പഠിക്കാം, കൺസെപ്റ്റ് ഓർത്ത് വെക്കാം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡെറിവേഷൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും ഡെറിവേഷൻസ് ചോദിക്കാം. അപ്പോൾ ഡെറിവേഷൻസ് നോക്കി വെക്കുക. ഡെറിവേഷൻസ് ഇല്ലെങ്കിലും ന്യൂമറിക്കൽസ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ ഓർമ്മ വേണം. സോ ഇക്വേഷന് വേണ്ടിയിട്ടും ഈ ഡെറിവേഷന്റെ കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയാം, ഇതിൽ ന്യൂമറിക്കൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 2 ലാംഡ ബൈ ആർ എന്ന് എഴുതാം. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1 ബൈ 4 പൈ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് അറിയാം, 9 to 10⁻⁹. നിങ്ങൾക്ക് ലാംഡയോ ആറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല, ലാംഡ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 ഇൻറ്റു പൈ ഇൻറ്റു എപ്സിലോൺ 0യുടെ വാല്യൂ ഒക്കെ ഇട്ടാൽ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു നമുക്ക്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. സോ ഡെറിവേഷൻ പഠിക്കാം, കൺസെപ്റ്റ് പഠിക്കാം, ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഡെറിവേഷനിലേക്കാണ് പോകുന്നത്, അത് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു, ബൈ.